സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. ധൂപവർക്കത്തിൻ്റെ പുക വിശുദ്ധന്മാർ പ്രാർത്ഥനയുടെ കൂടെ ദൂതൻ്റെ കയ്യിൽ നിന്നും ദൈവസേനയിലേക്ക് കയറി. വെളിപാട് പുസ്തകം 8-4 വാക്യം. ഒരൊറ്റ പ്രാർത്ഥന ഒരു മണൽത്തരി പോലെ ഭാരിച്ചൊരു കാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ വരവിൽ പ്രാർത്ഥനയുടെ ശക്തമായ പങ്കിനെക്കുറിച്ച് തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 8 വാക്യത്തിൽ ദൈവസിംഹാസനത്തിന് മുമ്പിലുള്ള ധൂപം പീഠത്തിനരികിൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ അടങ്ങുന്ന ഒരു സ്വർണ്ണ ധൂപകലശം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിൽ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ദൂതൻ തീയും പ്രാർത്ഥനയും നിറഞ്ഞ ധൂപകലശം എറിഞ്ഞ ഉടനെ ഈ പഴയ ഭൂമിയുടെ അവസാന നാളുകളും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അറിയിച്ചുകൊണ്ട് 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ഗുണവും ചെയ്യുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കില്ല. പക്ഷേ ദൈവം ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്തില്ല. അവൻ്റെ രാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവൻ ഏതെങ്കിലും നിലയിൽ ഒരു പങ്ക് വഹിക്കുന്നു എന്നറിയുന്നതിൽ അവൻ അവയെ വളരെയധികം വിലമതിക്കുന്നു. ഏറ്റവും ചെറിയ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തോന്നുന്ന അവനെ സംബന്ധിച്ച് ഭൂമിയെ കുലുക്കുന്ന ഭാരമുള്ളവയാണ്. ദൈവരാജ്യം വരുന്നതിനായി നാം പ്രാർത്ഥിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? ഏതെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥനയിൽ വിശ്വസ്തരായി നിലനിൽക്കാനാകും? പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, എൻ്റെ പ്രാർത്ഥന അങ്ങേക്ക് വളരെ പ്രധാനമായെന്ന് നന്ദി പറയുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് അങ്ങയുടെ രാജ്യത്തിനായി ഒരുങ്ങുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.